MG യൂണിവേഴ്സിറ്റി 2023 മേക്കിംഗ് ഓഫ് കണ്ടംപററി ഇന്ത്യ എന്ന വിഷയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം അരുണ ആസിഫ് അലിയെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് അരുണ ആസിഫ് അലിയെ കുറിച്ച് പറയാനുള്ളത്. അരുണ ആസിഫ് അലി വാസ് എ prominent Indian independence activist and politician. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രവർത്തകയുമായിരുന്നു. ഷീ പ്ലേഡ് എ കീ റോൾ ഇൻ ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ പ്രമുഖ പങ്ക് വഹിച്ചു. ഇത് തന്നെ 2024 ഇതേ ചോദ്യം ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാസ് എ ക്ലോസ് അസോസിയേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഷീ കണ്ടിന്യൂഡ് ടു ബി ഇൻവോൾവ്ഡ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ വർക്ക്. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ തുടർന്ന് പ്രവർത്തിച്ചു. ഷി വാസ് ഓൾസോ എ മെമ്പർ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പറായിരുന്നു. ഹെർ കോൺട്രിബ്യൂഷൻ ടു ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആർ സ്റ്റിൽ റിമെമ്പേർഡ് ആൻഡ് സെലിബ്രേറ്റഡ് ടുഡേ. അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകൾ ഇന്നും ആദരിക്കപ്പെടുന്നു. ഇനി അടുത്തത് വുഡ്ഹെഡ് കമ്മീഷൻ ആണ്. വുഡ്ഹെഡ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1938 ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1938 എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപിച്ച ഒരു കമ്മീഷനാണ് വുഡ്ഹെഡ് കമ്മീഷൻ. എന്തിനെ കുറിച്ച് അന്വേഷിക്കാനാണെന്ന് അറിയാമോ? അതായത് ഇന്ത്യയെ വിഭജിക്കണമല്ലോ, പാർട്ടീഷൻ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. അതിന് അതിർത്തികൾ നിശ്ചയിക്കണം, ബൗണ്ടറി നിശ്ചയിക്കണം. അതിനുവേണ്ടി റെക്കമെൻഡ് ചെയ്ത ഒരു കമ്മീഷനാണ് വുഡ്ഹെഡ് കമ്മീഷൻ. ഇത് വുഡ്സ് ഡെസ്പാച്ചുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. വുഡ്ഹെഡ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1938 ബൈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റെക്കമെൻഡ് ബൗണ്ടറീസ് ഫോർ ദ പ്രപ്പോസ്ഡ് പാർട്ടീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള അതിർത്തി, ഇന്ത്യയും പാകിസ്ഥാൻ ബൗണ്ടറി നിശ്ചയിക്കണം. അതിനു വേണ്ടിയിട്ട് ദി കമ്മീഷൻ വാസ് ഹെഡഡ് ബൈ സർ ജോൺ വുഡഡ് ആൻഡ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ 1938. അതിന്റെ തലവനായിരുന്നു, കമ്മീഷന്റെ തലവൻ സർ ജോൺ വുഡ്ഹെഡ് ആയിരുന്നു. അത് ആ വുഡ്ഹെഡ് കമ്മീഷൻ പഠിച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിനെ 1938 തന്നെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. വുഡ്ഹെഡ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റെക്കമെൻഡ് ബൗണ്ടറീസ് ഫോർ ദ പ്രപ്പോസ്ഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയമാണ് പാർട്ടീഷൻ എന്നത്, വിഭജനം. അപ്പോൾ അതിന് അതിർത്തികൾ നിശ്ചയിക്കാനായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുക, റെക്കമെൻഡേഷൻ നൽകുക. റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? പ്രപ്പോസ്ഡ് ബൗണ്ടറീസ് ഫോർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ അലോക്കേഷൻ ഓഫ് ടെറിട്ടറീസ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യക്കും പാകിസ്ഥാനും ഭൂപ്രദേശങ്ങൾ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്. അതിന്റെ ഇമ്പാക്ട്. ദി കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ ദ ഇവൻച്വൽ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഇൻ 1947. 1947 ഇന്ത്യയുടെ വിഭജനത്തിന് ഉള്ള ഒരു അടിസ്ഥാനമായിട്ട് ഈ കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഒരു അടിസ്ഥാനമായിട്ട് വന്നത്. ദ വുഡ്ഹെഡ് കമ്മീഷൻ റിപ്പോർട്ട് വാസ് ആൻ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് പാർട്ടീഷൻ. ഇന്ത്യയുടെ വിഭജനത്തിൽ ഇതൊരു സുപ്രധാന രേഖയായിരുന്നു. ആൻഡ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ഹാഡ് സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ അവർ ഫ്യൂച്ചർ ഇംപ്ലിക്കേഷൻസ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പിന്നീടുള്ള ഭാവിയിൽ ഇത് ഗണ്യമായ പങ്കുവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഡിപ്രസ്ഡ് ക്ലാസ് ഫെഡറേഷൻ എന്താണ്? അതായത് അധസ്ഥിത അല്ലെങ്കിൽ പീഡിത വിഭാഗത്തിന്റെ സംഘടന എന്ന് വേണമെങ്കിൽ പറയാം. ഡിപ്രസ്ഡ് ക്ലാസ് ഫെഡറേഷൻ വാസ് ആൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1930. 1930 ഇത് സംഘടിപ്പിക്കപ്പെട്ടത്. ടു പ്രൊമോട്ട് ദ റൈറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസ്, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുവാനും. ഇതിന് ദളിതുകൾ എന്നറിയപ്പെടുന്ന അവരാണല്ലോ ഡിപ്രസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദി ഓർഗനൈസേഷൻ വാസ് ലെഡ് ബൈ ഡോക്ടർ BR അംബേദ്കർ. ഈ സംഘടനയെ മുന്നോട്ട് നയിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ടു ഇംപ്രൂവ് ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ ദളിത്. ദളിതരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നായിരുന്നു ഉദ്ദേശം. നാലാമത്തെ ചോദ്യം, ജാർഖണ്ഡ് മൂവ്മെന്റ് എന്താണ്? ജാർഖണ്ഡ് മൂവ്മെന്റ് വാസ് എ ട്രൈബൽ മൂവ്മെന്റ്. അതൊരു ഗോത്രവർഗ മുന്നേറ്റമായിരുന്നു. ദാറ്റ് എമർജ്ഡ് ഇൻ ദ 1970s ആൻഡ് 1980s. 1970-ലും 1980-ലും ഉടലെടുത്ത രൂപം കൊണ്ട ഒരു ഗോത്രവർഗ മുന്നേറ്റമായിരുന്നു ജാർഖണ്ഡ് മൂവ്മെന്റ്. ഇത് ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ മുന്നേറ്റം ഉണ്ടായത്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഇന്നത്തെ ജാർഖണ്ഡ്. ഓക്കെ. അതുപോലെ തന്നെ പണ്ട് ഒറീസ എന്നറിയപ്പെടുന്ന, ഇന്ന് ഒഡീഷ എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങൾ, പിന്നെ ബീഹാർ, ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഈ ഭൂപ്രദേശങ്ങൾ 1970-80കളിൽ രൂപപ്പെട്ട ഒരു ഗോത്രവർഗ മുന്നേറ്റമായിരുന്നു ജാർഖണ്ഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദ മൂവ്മെന്റ് എയിംഡ് ടു ക്രിയേറ്റ് എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഫോർ ദ ട്രൈബൽ പീപ്പിൾ ഓഫ് ദ റീജിയൻ. ആ പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗക്കാർക്ക് വേണ്ടി തന്നെ വേറൊരു സംസ്ഥാനം വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ദ മൂവ്മെന്റ് വാസ് ലെഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻസ്. ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോയത് പല സംഘടനകളാണ് ആൻഡ് ഇൻഡിവിജ്വൽസ്, പല വ്യക്തികളുമുണ്ട്. ഇൻക്ലൂഡിംഗ് ദ ജാർഖണ്ഡ് മുക്തി മോർച്ച, അതിന്റെ ഒരു
ജാർഖണ്ഡ് മുക്തി മോർച്ച, ജാർഖണ്ഡിന് മുക്തി വേണം, സ്വാതന്ത്ര്യം വേണം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇത്. അതടക്കം പല സംഘടനകളും ഇതിന്റെ ആശയവുമായിട്ട് മുന്നോട്ട് വന്നവരാണ്. അടുത്ത 5ാമത്തെ ചോദ്യം, ഇൻഡോ ചൈന വാർ. 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ 2 മാർക്കിന്റെ ചോദ്യം വരുന്നത് ഇൻഡോ ചൈന വാർ ആണ്. ഇൻഡോ ചൈന വാർ വാസ് എ ബോർഡർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ 1962 ഒരു അതിർത്തി തർക്കമാണ് ഇൻഡോ ചൈന വാർ. ഒക്കേർഡ് ഇൻ 1962. ദ വാർ വാസ് സ്പാർക്ക്ഡ് ബൈ എ ഡിസ്പ്യൂട്ട് ഓവർ ദ ബോർഡർ ബിറ്റ്വീൻ ദ 2 കൺട്രീസ്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ബോർഡറിനെ സംബന്ധിച്ച് ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ തർക്കം എന്ന് പറയുന്നത്. ആൻഡ് റിസൾട്ടഡ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ലോസ് ഓഫ് ലൈഫ്. ഗണ്യമായ ജീവഹാനി ഉണ്ടാകാൻ ഇത് കാരണമായി ഈ അതിർത്തി തർക്കം, ഈ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയും. ഈ യുദ്ധത്തിൽ ഇരുപക്ഷത്തും ആൾനാശമുണ്ടായി. ആൻഡ് ടെറിട്ടറി ഫോർ ഇന്ത്യ. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടായത്. ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം മഹലാനോബിസ് മോഡലാണ്. ഇത് 2024 ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. മഹലാനോബിസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്, നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡല് ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിഷ്യൻ ആണ്. അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തെടുത്ത സ്ഥിതിവിവര സാങ്കേതികശാസ്ത്രത്തിലെ ഒരു മോഡലാണ്. ഈ മോഡൽ നമ്മുടെ സാമ്പത്തിക പഞ്ചവത്സര പദ്ധതികൾക്കിടെ സന്ദർഭത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക ഡാറ്റയുടെ വിശകലനത്തിലും പ്രവചനത്തിലും ഒക്കെ എക്കണോമിക് ഡാറ്റ ഫോർകാസ്റ്റിങ്ങിനും ഒക്കെ ഇന്ത്യയിൽ ഉപയോഗിച്ച് വന്നിരുന്ന ഒരു മോഡലാണ് മഹലാനോബിസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റൈസേഷൻ അഥവാ സ്വകാര്യവൽക്കരണം. പ്രൈവറ്റൈസേഷൻ is the process of transferring ownership of public sector enterprises to private individuals or companies. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് അതുപോലെ അതിന്റെ ഉടമസ്ഥത, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന് നഷ്ടത്തിലാണ് എന്ന് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് ഗവൺമെന്റ് കമ്പനികളും മറ്റുമൊക്കെ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക എന്ന ഏർപ്പാട്, അതാണ് പൊതുവെ സ്വകാര്യവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോളിസി ഓഫ് പ്രൈവറ്റൈസേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ 1990s. ഇന്ത്യയിൽ ഈ പ്രൈവറ്റൈസേഷൻ എന്ന പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1990-കളിലാണ്. ആസ് പാർട്ട് ഓഫ് ദി ഇക്കണോമിക് ലിബറലൈസേഷൻ പ്രോഗ്രാം. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യം ബ്ലൂ റെവല്യൂഷൻ ആണ്. ബ്ലൂ റെവല്യൂഷൻ മറ്റു ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ചോദിച്ചു കാണുന്ന ഒന്ന് തന്നെയാണ്. 2024 വൈറ്റ് റെവല്യൂഷൻ ആണ് ചോദിച്ചത്, ഓർക്കുക. അതുപോലെ തന്നെ യെല്ലോ റെവല്യൂഷനും 2024 ചോദിച്ചായിരുന്നു. എണ്ണയുടെ വിപ്ലവമാണ്. എണ്ണക്കുരുക്കളുടെ ഉൽപ്പാദനത്തിലും എണ്ണയുടെ ഉൽപ്പാദനത്തിലൊക്കെ വർധനമുണ്ടാക്കാൻ വേണ്ടി ടെക്നോളജിയിലും അതിന്റെ കാർഷിക രംഗത്തൊക്കെ ഉണ്ടായ ഒരു മുന്നേറ്റമാണ് യെല്ലോ റെവല്യൂഷൻ. പാലുൽപാദനത്തിൽ വർധന ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമമാണ് വൈറ്റ് റെവല്യൂഷൻ അഥവാ ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ള അതിന്റെ പ്രോഗ്രാം. ഇനി അടുത്തത് ബ്ലൂ റെവല്യൂഷൻ എന്താണ്? ദ ബ്ലൂ റെവല്യൂഷൻ റെഫേഴ്സ് ടു ദി ഇൻക്രീസ് ഇൻ ഫിഷ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന്റെ ഉൽപാദനത്തിൽ വർധനമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അത് വർധനമുണ്ടാക്കുക? ത്രൂ ദ യൂസ് ഓഫ് ന്യൂ ടെക്നോളജി ആൻഡ് ഫാമിംഗ് പ്രാക്ടീസ്. പുത്തൻ സാങ്കേതിക വിദ്യയും ഫാമിംഗ് പ്രാക്ടീസസും ഒക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ്. ദ റെവല്യൂഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ 1970. ഈ ബ്ലൂ റെവല്യൂഷൻ മത്സ്യത്തിന്റെ ഉൽപാദനം, മത്സ്യബന്ധനം തുടങ്ങിയ കാര്യങ്ങളിൽ വർധനമുണ്ടാക്കാനാണ് ഈ പദ്ധതി ലോഞ്ച് ചെയ്തത് 1970-കളിലാണ്. ആൻഡ് ഹാസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ ഫിഷ് ഇൻഡസ്ട്രി. ഇന്ത്യൻ മത്സ്യബന്ധന മേഖലയിൽ ഒരു ഗണ്യമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ഡിമോണിറ്റൈസേഷൻ ആണ്. നമുക്കറിയാം നോട്ട് നിരോധനം എന്ന് പറയുന്ന ആശയമാണ്. ഡിമോണിറ്റൈസേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് വിഡ്രോവിംഗ് എ പർട്ടിക്കുലർ കറൻസി നോട്ട് ഫ്രം സർക്കുലേഷൻ. ഒരു പ്രത്യേക കറൻസി നോട്ട് പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുക, ഗവൺമെന്റ് പിൻവലിക്കുന്നതിനാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. 2016 നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ ഡിമോണിറ്റൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്തു ഇന്ത്യയിൽ. വിഡ്രോവിംഗ് ദ 500 rupee നോട്ട് ആൻഡ് 1000 rupee നോട്ട്സ് ഫ്രം സർക്കുലേഷൻ. 500 രൂപ നോട്ടും അതുപോലെ തന്നെ 1000 രൂപ നോട്ടും പിൻവലിച്ചുകൊണ്ടാണ് ഈ ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇനി 10ാമത്തെ ചോദ്യം 2 മാർക്കിന്റെ അണ്ണാ ഹസാരയെ കുറിച്ചാണ്. അണ്ണാ ഹസാരെ ഈസ് ആൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ഹു ഹാസ് ബീൻ ഇൻവോൾവ് ഇൻ വേരിയസ് മൂവ്മെന്റ്സ്. അണ്ണാ ഹസാരെ ഒരു ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹം പലതരം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇൻക്ലൂഡിംഗ് ദ ആന്റി കറപ്ഷൻ മൂവ്മെന്റ്, അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം അവസാനമായി പ്രവർത്തിച്ചത്. ഹി ഹാസ് ഓൾസോ ബീൻ ഇൻവോൾവ് ഇൻ പ്രൊമോട്ടിംഗ് റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്. ഗ്രാമീണ വികസനത്തിലും അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനുവേണ്ടിയൊക്കെ നിലകൊണ്ട വ്യക്തിയാണ് അണ്ണാ ഹസാരെ. കെജ്രിവാളും അണ്ണാ ഹസാരെയും കൂടി ഒരുമിച്ചാണ് അഴിമതി വിരുദ്ധ സമരമൊക്കെ നടത്തിയത്. ഇനി അടുത്ത 11ാമത്തെ ചോദ്യമാണ് വുമൺസ് റിസർവേഷൻ ബിൽ 2008. വുമൺസ് റിസർവേഷൻ ബിൽ 2008 എന്ന് പറയുന്നത് വാസ് എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33% സീറ്റ് ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെച്ച ബില്ലാണ്
in Indian Parliament to reserve 33% of seats in Lok Sabha and state legislative assemblies for women. The bill was passed by Rajya Sabha. Rajya Sabha ഈ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ ബട്ട് ഈസ് സ്റ്റിൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ. ലോക്സഭയിൽ അത് പാസ്സാക്കാനാവാതെ ഇപ്പോഴും പെൻഡിങ് ആയി നിൽക്കുകയാണ്. 12ാമത്തെ ചോദ്യം ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ആശയമാണ്. അപ്പോൾ 2 മാർക്ക് ചോദ്യം തീരുകയാണ്. The concept of global village refers to the idea that the world has become a smaller, more interconnected place. ഇന്ന് ഡ്യൂ ടു ദ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഇന്ന് ലോകം, ആശയവിനിമയ മാർഗങ്ങൾ കൊണ്ട് ഈ ലോകം ഇന്ന് കൊച്ചു ഗ്രാമം പോലെ ചെറുതായിരിക്കുന്നു. ദി കോൺസെപ്റ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മാർഷൽ മക്ലുഹാൻ ഇൻ 1960s. ഈ സങ്കല്പം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് മാർഷൽ മക്ലുഹാൻ ആണ് 1960കളിലാണ്. ഇനി ഇതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി അത് കഴിഞ്ഞ് 5 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ചോദ്യം 13ാമത്തെ ചോദ്യമാണ്. അനലൈസ് ദ ഇക്കണോമിക് ഇഫക്ട്സ് ഓഫ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പാർട്ടീഷൻ, ഇന്ത്യ വിഭജനം, ഇന്ത്യ-പാക് വിഭജനം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ സാമ്പത്തിക രംഗത്ത് എന്ത് പ്രത്യേകത ഉണ്ടാക്കി? ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ഹാഡ് സിഗ്നിഫിക്കന്റ് ഇക്കണോമിക് ഇമ്പാക്ട്സ് ഓർ ഇഫക്ട്സ് ഓൺ ദ കൺട്രി. രാജ്യത്ത് ഗണ്യമായ സാമ്പത്തിക പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാം ഈ വിഭജനം. ദി പാർട്ടീഷൻ റിസൾട്ടഡ് ഇൻ ദ ലോസ് ഓഫ് ലാർജ് മാർക്കറ്റ് ഫോർ ഇന്ത്യൻ ഗുഡ്സ്. ഇന്ത്യൻ ചരക്കുകളുടെ വൻ മാർക്കറ്റാണ്, കമ്പോളമാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. ഡിസറപ്ഷൻ ഓഫ് ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അതോടുകൂടി വ്യാപാരവും വാണിജ്യവും തടസ്സപ്പെട്ടു. ആൻഡ് സിഗ്നിഫിക്കന്റ് ഡിക്ലൈൻ ഇൻ ഇക്കണോമിക് ഗ്രോത്ത്, അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഗണ്യമായ ഇടിവുണ്ടായി. ദ പാർട്ടീഷൻ ഓൾസോ ലെഡ് ടു എ മാസീവ് ഇൻഫ്ലക്സ് ഓഫ് റെഫ്യൂജീസ്. ഒപ്പം തന്നെ ഈ വിഭജനത്തിന്റെ ഫലമായിട്ട് ഒരുപാട് വൻതോതിലാണ് അഭയാർത്ഥികളുടെ കുത്തൊഴുക്കുണ്ടായത്. വിച്ച് പുട്ട് എ സ്ട്രെയിൻ ഓൺ ദ ഇന്ത്യൻ എക്കണോമി. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കി, സ്ട്രെയിൻ ഉണ്ടാക്കി. ദി ഇക്കണോമിക് ഇഫക്ട്സ് ഓഫ് പാർട്ടീഷൻ വർ ഫെൽറ്റ് ഫോർ മെനി ഇയേഴ്സ്. ഈ പാർട്ടീഷന്റെ സാമ്പത്തിക ഫലങ്ങൾ വർഷങ്ങളോളം നമുക്ക് അനുഭവപ്പെട്ടു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയാം. 14ാമത്തെ ചോദ്യവും 5 മാർക്കിന്റെ ചോദ്യം തന്നെയാണ്. റൈറ്റ് എ നോട്ട് ഓൺ റെഫ്യൂജീസ് ക്രൈസിസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അഭയാർത്ഥി പ്രതിസന്ധിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ദ കൺട്രി ഫേസ്ഡ് എ മാസീവ് റെഫ്യൂജി ക്രൈസിസ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം രാജ്യം വൻതോതിലുള്ള അഭയാർത്ഥി പ്രതിസന്ധിയാണ് നേരിട്ടത്. മില്യൺസ് ഓഫ് പീപ്പിൾ ഫ്ലഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ. ലക്ഷക്കണക്കിന് ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ആൻഡ് മെനി അതേഴ്സ് ഫ്ലഡ് ഫ്രം ബംഗ്ലാദേശ് ടു ഇന്ത്യ. വേറെ കുറെ പേര് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ദി ഗവൺമെന്റ് ഹാഡ് ടു കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. ഗവൺമെന്റ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടി വന്നു ബൈ പ്രൊവൈഡിങ് ഷെൽട്ടർ, അവർക്ക് ആശ്രയം നൽകിക്കൊണ്ട്, ഫുഡ്, അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട്, ആൻഡ് അതർ എസെൻഷ്യൽ സർവീസസ് ടു ദി റെഫ്യൂജീസ്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസിനെ തുടർന്നുണ്ടായ റെഫ്യൂജി പ്രോബ്ലം ആവർത്തി ചോദിച്ചിട്ടുണ്ട് 2024-ലും 2023-ലും. ഇനി 15ാമത്തെ ചോദ്യം നോക്കും. വാട്ട് ആർ ദ പോളിസീസ് ഫോളോഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ ടു യുണൈറ്റ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ഇന്റഗ്രേറ്റ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ഇന്ത്യൻ യൂണിയൻ? അതായത് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് വേണ്ടി സർദാർ വല്ലഭായ് പട്ടേൽ എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടത്? സർദാർ വല്ലഭായ് പട്ടേൽ പ്ലേഡ് എ കീ റോൾ ഇൻ ഇന്റഗ്രേറ്റിംഗ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് ടു ഇന്ത്യൻ യൂണിയൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഹി യൂസ്ഡ് എ കോമ്പിനേഷൻ ഓഫ് ഡിപ്ലോമസി ആൻഡ് കൊയേർഷൻ ടു പെർസ്യൂഡ് ദ പ്രിൻസസ് ടു ആക്സൈഡ് ടു ഇന്ത്യ. അതായത് ഓരോ നാട്ടുരാജ്യങ്ങളും ഭരിക്കുന്ന അവിടുത്തെ പ്രിൻസസിനെ, രാജകുമാരന്മാരെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളും അതുപോലെ തന്നെ കൊയേർഷൻ, ബലപ്രയോഗവും പ്രേരണയും ഒക്കെ കൗശലങ്ങളും ഒക്കെ അദ്ദേഹം എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അദ്ദേഹം ഉപയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാം. He also established the Ministry of States to oversee the integration of process. ഇന്റഗ്രേഷൻ പ്രോസസ്സ് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ സംവിധാനത്തെ കൂടി അദ്ദേഹം സ്ഥാപിച്ചു. 16ാമത്തെ ചോദ്യമാണ്. ഡിഫൈൻ ദ ഐഡിയ ഓഫ് എ സമ്പൂർണ്ണ ക്രാന്തി. സമ്പൂർണ്ണ ക്രാന്തി എന്ന ആശയം എന്താണെന്ന് വ്യക്തമാക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരം നമ്മൾ ഇടുന്നതാണ്.